മലയാള സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം എമ്പുരാൻ. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട അനിശ്ചിതത്വം പാടെ മാറിയിരിക്കുന്നു എന്ന് ഞാൻ അല്പം മുമ്പ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. ലൈക്ക പിന്മാറുന്നു, അതിന് പകരം ഗോകുലം ഗോപാലൻ്റെ ഫ്രീ ഗോകുലം മൂവീസ് ഈ ചിത്രത്തിലേക്ക് വരുന്നു. അപ്പം പണം മുടക്കാൻ ആളെത്തി, അങ്ങനെ അനിശ്ചിതത്വം നീങ്ങി, ലൈക്ക പിന്മാറി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഫ്രീ ഗോകുലം മൂവീസ് എന്ന് എഴുതി കാണാം. അതിനകത്ത് തന്നെ മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ, ഇന്ദ്രജിത്ത് എന്നുവേണ്ട മികച്ച എല്ലാ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്ററും അവരല്പം മുമ്പ് ഇറക്കിയിട്ടുണ്ട്. മികച്ചൊരു പോസ്റ്ററായിട്ട് കാണുന്നു. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോസ്റ്ററുകളും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതൊരു പൃഥ്വിരാജ് ടച്ച് എല്ലാ പോസ്റ്ററിൻ്റെ ഇടയിലുമുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ എത്തിക്കുന്നതാണ്. മാർച്ച് 27 തന്നെ ഈ ചിത്രം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അല്പം മുമ്പ് വീഡിയോയുമായിട്ട് വന്നപ്പം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോ ടൈം ഏകദേശം 5:30 മണിക്ക് തന്നെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കാം എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പൃഥ്വിരാജോ മോഹൻലാലോ ആശീർവാദമോ ഒക്കെ പറയട്ടെ എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ എമ്പുരാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾക്ക് വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് കൊടുക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റുള്ള ഒരു ചിത്രം, ഏറ്റവും വലിയൊരു ചിത്രം, അതുപോലെ അന്യഭാഷകളിലും എല്ലാം ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുന്ന ഒരു ചിത്രം, വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഒരു ചിത്രം, എല്ലാം കൊണ്ടും എമ്പുരാൻ മലയാള സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 27-ാം തീയതി ഈ ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ നമുക്ക് ആഘോഷപൂർവ്വം കൊണ്ടാടാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളുമൊക്കെ നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയും അടുത്ത ആഴ്ച കൊണ്ടൊക്കെ ഏകദേശം ട്രെയിലറും ഒക്കെ നമുക്ക് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയ വിശേഷങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും ഒക്കെ ഒന്ന് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയ വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, ബൈ.